സിനിമയുടെ റിലീസിന് മുമ്പ് ഒരു അഭിമുഖവുമായി വിശേഷങ്ങൾ പങ്കുവച്ച് വിസ്മയ മോഹൻലാൽ എത്തുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം 6ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അഭിമുഖങ്ങളിൽ ഒന്നും പ്രത്യക്ഷപ്പെടാതെ ഒരു പ്രകൃതമാണ് പ്രണവ് മോഹൻലാലിൻ്റേത്. അതേ വഴിയെ വിസ്മയയും നീങ്ങുമെന്നാണ് പ്രേക്ഷകരും കരുതിയിരുന്നത്. 35-കാരിയായ വിസ്മയ താൻ സിനിമയിലേക്ക് എത്താൻ വൈകിയതിന് പിന്നിലെ കാരണം ഒരു അഭിമുഖത്തിൽ പങ്കുവച്ചു. സിനിമയിലേക്ക് ചുവടുവെക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞപ്പോഴുള്ള മാതാപിതാക്കളുടെയും സഹോദരൻ്റെയും പ്രതികരണത്തെക്കുറിച്ചെല്ലാം താരപുത്രി സംസാരിക്കുന്നുണ്ട്. തിയേറ്റർ ആർട്ടിസ്റ്റ് കൂടിയാണ് വിസ്മയ. തിയേറ്റർ ചെയ്യാൻ എനിക്കെന്നും താല്പര്യമുണ്ടായിരുന്നു. അതേസമയം തന്നെ എനിക്ക് അതിയായ സഭാകമ്പവുമുണ്ട്. പക്ഷേ സ്റ്റേജിൽ നിൽക്കുമ്പോൾ പെർഫോം ചെയ്യുമ്പോഴാണ് എനിക്ക് ശരിക്കും ഞാൻ ജീവിക്കുന്നതായി അനുഭവപ്പെട്ടത്. ഇതെനിക്ക് ചെയ്യാൻ ഇഷ്ടമാണെന്ന് തിരിച്ചറിഞ്ഞു. തിയേറ്റർ ഇഷ്ടപ്പെടുമ്പോഴും സിനിമ ചെയ്ത് നോക്കാമെന്ന് മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ പുറത്തു പറയാനുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അമ്മയോട് ആഗ്രഹം പറയുന്നത് താരപുത്രി പറഞ്ഞു തുടങ്ങി. ഇപ്പോൾ ഇത് സംഭവിച്ചു. ഇപ്പോഴല്ലെങ്കിൽ പിന്നെയില്ല എന്നത് പോലെയായിരുന്നു. ഈ കഥയുമായി ജൂഡ് ചേട്ടൻ വരികയായിരുന്നു. നീ യെസ് പറയാനാണോ നോ പറയാനാണോ പോകുന്നതെന്ന് അമ്മ ചോദിച്ചുകൊണ്ടിരുന്നു. ഞാനും തീരുമാനം മാറ്റിക്കൊണ്ടിരുന്നു. എൻ്റെ ശരീരപ്രകൃതവും മലയാളം ശരിയായി സംസാരിക്കാൻ അറിയില്ല എന്നതിനെക്കുറിച്ചുമെല്ലാം ഞാൻ ഓവർ തിങ്കിങ് ചെയ്തു. പക്ഷെ ഒടുവിൽ ചെയ്യാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. ഷൂട്ടിങ്ങിൻ്റെ ആദ്യത്തെ ദിവസത്തിൻ്റെ തലേന്ന് രാത്രി ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല. സൂപ്പർ നെർവസ് ആയിരുന്നു. പക്ഷേ ചെയ്തു. പോകെ പോകെ എളുപ്പമായി. എന്നാൽ അവസാനം വരെ ഉള്ളിൽ നെർവസ് ആയിരുന്നു. എങ്കിലും ആദ്യത്തെ ദിവസത്തിൻ്റെ തലേ ദിവസമുണ്ടായിരുന്ന അത്രയും ഉണ്ടായിരുന്നില്ല. എനിക്കിത് ചെയ്യാനാകുമോ, ശരിയാകുമോ എന്നൊക്കെയുള്ള ചിന്തകളുണ്ടായിരുന്നു. പക്ഷെ സ്വയം വിശ്വസിക്കുകയും ചെയ്തു. ചെയ്തേ തീരൂ, അതിനാൽ നല്ലത് പ്രതീക്ഷിച്ച് ചെയ്തു. അച്ഛനോട് അഭിനയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ നിൻ്റെ തീരുമാനം എന്നാണ് പറഞ്ഞത്. ചേട്ടൻ പ്രണവ് പറഞ്ഞത് ഒന്ന് പോയി ചെയ്തു നോക്ക്, ഒരു ഫണ്ണ് പോലെ എന്നായിരുന്നു പറഞ്ഞത്. വർഷങ്ങൾക്ക് മുമ്പേ അമ്മയോട് പറഞ്ഞിരുന്നു എനിക്ക് അഭിനയിക്കണമെന്ന്. അമ്മയ്ക്ക് സംശയമായിരുന്നു ഞാൻ എൻ്റെ തീരുമാനം എപ്പോഴെങ്കിലും മാറ്റുമോ എന്ന്. ഒന്നാമത് ശരീരം ശ്രദ്ധിക്കാത്ത ഒരാളാണ് ഞാൻ. ഭാരം പലപ്പോഴും 100 കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പണ്ടേ നാടകത്തിനോട് താല്പര്യമുണ്ടായിരുന്നു. പകുതി മനസ്സിൽ സിനിമയുമായിരുന്നു. പക്ഷേ എനിക്ക് മലയാളം സംസാരിക്കാൻ അറിയില്ല. ശരീരഭാരം കൂടുതലാണ്. ഈ ചിന്തകളൊക്കെ മനസ്സിൽ ആവർത്തിച്ചു വരുമായിരുന്നു. അഭിനയിക്കണമെന്ന് പുറത്ത് പറയാൻ ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. മലയാളം സംസാരിക്കാൻ അറിയാം, പക്ഷേ നമ്മുടെ നാട്ടിലെ നാടൻ രീതിയിൽ സംസാരിക്കാൻ പറ്റില്ല. പിന്നെ ഫിറ്റ്നസ്. എന്നാൽ അധികം കാത്തിരിക്കുന്നതിനാൽ അർത്ഥമില്ലെന്ന് തോന്നി ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. തുടക്കത്തിൽ ഞാൻ മോണിറ്റർ നോക്കുമായിരുന്നില്ല. വളരെയധികം ഓവർ തിങ്ക് ചെയ്യുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തുടക്കത്തിൽ നോക്കിയില്ല. നോക്കിയിട്ട് വെറുതെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാവണ്ടെന്ന് കരുതി. പിന്നീട് ഞാൻ അതിൽ യൂസ്ഡായി. സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് അച്ഛൻ പ്രത്യേകിച്ചൊന്നും ഉപദേശങ്ങളൊന്നും തന്നിട്ടില്ല.